ദിവസം ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയില്ലെങ്കിൽ അതെ ഈ ഗുരുവായൂർ ചുമർ ചിത്രകല ഈ ലോകത്ത് ആരും അറിയില്ല ഒരാളും അതിങ്ങനെ ശോഷിച്ചു പോവുകയും ചെയ്യും. ശോഷിച്ചു പോവായിരുന്നു. പിന്നെ അതല്ല, ഇപ്പൊ മമ്മിരാശം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചുമർ ചിത്രം ആരെങ്കിലും അറിയും? അറിയില്ല. ഒരു കലാകാരൻ അത് പറഞ്ഞു കൊടുക്കുമ്പോഴേ ആ കല മറ്റൊരാൾക്ക് ആവും. താങ്കൾക്ക് അറിയുന്ന ഒരു കല താങ്കൾ പറയാതിരുന്നാൽ താങ്കൾക്ക് ശേഷം ആ കല ഇല്ല, അതത് മൺമറിഞ്ഞു പോവാണ്. അതിലേക്ക് എത്താതെ നമ്മളത് കൊണ്ടെത്തിച്ചത് നമ്മുടെ ഗുരുനാഥന്മാരാണ്. ആ ഗുരുനാഥന്മാർ തന്ന വഴികാട്ടിയാണ് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഗുരുവായൂരും ചുമർത്തിണേന്ദ്ര ഏകദേശം ഒരു 120ഓളം പേര് പഠിച്ചിറങ്ങിയവരുണ്ട്. അപ്പൊ അത്രയും പേര് ഈ കല കൊണ്ട് ജീവിക്കുകയാണ്. ജോലിക്കാരായത് ഞങ്ങൾ ഒരു 5-10 പേരേ ഉള്ളൂ. 10-12 പേര് ജോലി ചെയ്യുന്നവരുണ്ട്. ബാക്കി എല്ലാവരും ഫ്രീലാൻസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിലേക്ക് ചോദിക്കാൻ പോയത്, ഇപ്പൊ മാസ്റ്റർ കൂടെ പഠിച്ചവരും മാസ്റ്റർ മുന്നുള്ള ഒരു ബാച്ച്, ഇതിലൊക്കെ ഉള്ള ആളുകള് അതില് എണ്ണപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു വിശേഷം എല്ലാവരും ഞാൻ ഇതൊന്ന് പഠിച്ചിറങ്ങിയ എല്ലാ ആളുകളും വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗുരുവായൂരിൽ പഠിച്ചിറങ്ങിയവർ തന്നെ ഇവിടെ ഇപ്പോൾ പ്രിൻസിപ്പളായി, ഞാനും പ്രിൻസിപ്പളായി. അപ്പോൾ 2 പേര് ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞവരാണ്. അത് കഴിഞ്ഞ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് 2-3 പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ ആറന്മുള വാസ്തുവിദ്യാപുരത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ പഠിച്ചിറങ്ങിയവരാണ്. മലയാള കലാകാരൻ മാഹിയിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചിറങ്ങിയവർ മുഴുവൻ പല സ്ഥലത്തും പഠിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ അധികം പേരും പിന്നെ ഫ്രീലാൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകൾ നടത്തി ചെയ്യും. ഒരുപാട് തലത്തിലേക്ക് പ്രശസ്തന്മാരായവരാണ് ആദ്യ ബാച്ചിൽ നിന്ന് 2ാം ബാച്ചിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഒരുപാട്. സിനിമാ കലാ സംവിധായകനായത് ഇപ്പോൾ സിനിമാ രംഗത്ത് നമ്മുടെ പഠിച്ചിറങ്ങിയവരുണ്ട്, കുറേ പേരുണ്ട്. അപ്പം ഇതിന്ന് പഠിച്ചിറങ്ങിയവർ ഒരുപാട് തലത്തിലേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പം അത് ഈ പഠന കേന്ദ്രത്തിന് പറയാവുന്നൊരു അഭിമാനമല്ലേ. എല്ലാവരും വളരെ ഹൈ ലെവലിലാണ് എത്തിയിട്ടുള്ളത്. അത് ഈ പഠന കേന്ദ്രത്തിന്റെ നേട്ടം തന്നെയാണ്. പഠിച്ചിറങ്ങിയവരൊക്കെ വലിയ നിലയിൽ എത്തി വരുമ്പോൾ ഞാൻ പഠിച്ച സ്ഥാപനമല്ലേ എന്ന് പറയും. ഇന്നും നമ്മൾ അവരെപ്പോൾ വിളിച്ചാലും വരാൻ റെഡിയാണ്. അപ്പൊ അതെനിക്ക് എത്താൻ വലിയൊരു കാര്യമാണ്. എന്തായാലും ഒരുപാട് നേട്ടങ്ങൾ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അവസാനം ഇപ്പൊ വലിയൊരു വർക്കായിരുന്നു ഗുരുവായൂർ അമ്പലത്തിന്റെ പുറത്ത് ഇതില് മതിലില് വരച്ചിട്ടുള്ള ഒരു ചിത്രം. അതിനെ പറ്റിയിട്ടും കൂടി ഗുരുവായൂർ എന്ന് വെച്ചാൽ 2016 ഗുരുവായൂർ ക്ഷേത്രമതിൽ ആകെ ഇങ്ങനെ എടുക്കുന്ന ഒരു കളറുണ്ട്. മുമ്പ് ചെറുപ്പം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിനൊക്കെ എടുക്കുന്ന സമയത്ത് അല്ല ഒന്നുമില്ല, സാധാ കളർ അടിച്ച് എടുക്കുമ്പോൾ റെഡ് അടിച്ചിട്ട് ഒരു റെഡ് കളറിൽ ഇങ്ങനെ എടുക്കുന്ന ചുമരാകെ വിണ്ടു പൊളിഞ്ഞ ചുമരായിരുന്നു. അന്നത്തെ ഭരണസമിതി പീതാംബരക്കുറുപ്പ് ചെയർമാനായ ഭരണസമിതി വന്നപ്പോൾ നമുക്ക് അന്ന് പഠന കേന്ദ്രത്തിൽ ഏൽപ്പിക്കുകയാണ് ഈ മതിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെയെന്ന്. അന്ന് ഞങ്ങൾ പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ ചുമരാണ്, അപ്പോൾ അത് നോക്കണ്ട, അത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുപോലെ നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മളന്ന് പഠിച്ചിറങ്ങിയ പഠന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഇന്നത്തെ വിദ്യാർത്ഥികളൊക്കെ ചേർത്തുകൊണ്ട് അന്ന് മതിലിൽ ചിത്രം മൊത്തം ചെയ്തു തീർത്തു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ 17 അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹമാണ് ദേവസ്വം മന്ത്രി, അദ്ദേഹമാണ് അന്ന് ചടങ്ങ് 17 അത് ഇനാഗ്രേറ്റ് ചെയ്ത്. അന്ന് ആ ചിത്രം അത്രയും കാലം നമ്മൾ അത്രയും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഒരു 6 മാസം സമയം എടുത്തു അന്ന് നമുക്ക് അന്ന് ചെയ്യാം. ആ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുതിയ ഭരണസമിതി വിജയമാഷ് വന്നപ്പോൾ ആ മതിലൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മാറ്റി ചെയ്താലോ എന്ന് ചോദിക്കണം. അങ്ങനെ മതിൽ മൊത്തം റീപ്ലാസ്റ്റർ ചെയ്യല്ലേ ചോദിച്ചു. മൊത്തം റീപ്ലാസ്റ്റർ ചെയ്യാൻ പറയുന്നു. റീപ്ലാസ്റ്റർ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഒരു ബേസ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല അന്ന് പഴയ ബേസിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ പഴയ ചുമരിൽ ഞങ്ങൾ വൈറ്റ് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വൈറ്റ് അടിച്ച് ചെയ്യാനുള്ള ഒരു ചലഞ്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോൾ വെച്ച് നമുക്ക് മരാമത്ത് വിഭാഗത്തിന്റെ ആളുകൾ ചേർന്നിട്ട് പറഞ്ഞു മതിലൊക്കെ പൊളിച്ച് നല്ല ഇത് ചെയ്യാം ആയിട്ട് നമുക്ക് മൊത്തം പണ്ടവിടെ ആളുകൾ ചാരിയിരിക്കുന്ന ഒരു സിസ്റ്റം, ആ മറ്റേ തെക്കേ നടയിലൊരു തിണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ചാരിയിരുന്ന ചിത്രം കുറെ കേടാവുന്ന സമയം നമ്മൾ പറഞ്ഞു ഇതൊക്കെ മാറ്റണം, ഇതൊന്നും നമുക്ക് അപ്പം ഇനി ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ ചിത്രം മൊത്തം അവരെന്ത് ചെയ്തു, പഴയ ചിത്രങ്ങൾ മാറ്റിയിട്ട് പൊളിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തു. ആദ്യം പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പുതിയ രീതിയിലാണ് പ്ലാസ്റ്റർ ചെയ്ത് കുട്ടിയിട്ടൊക്കെ നല്ല പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് ഏകാശിക്ക് മുമ്പായിട്ട് 10 ദിവസം കൊണ്ട് മൊത്തം പഠന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരന്മാരെല്ലാവരും ചേർന്നിട്ട് വരച്ചിട്ട് 10 ദിവസം കൊണ്ട് ഒരു ക്യാമ്പ് പോലെ ആക്കിയിട്ട് അത് മൊത്തം വരച്ചു. അപ്പൊ അതിലെല്ലാ കൃഷ്ണന്റെ സബ്ജക്റ്റുകളും വരച്ചിട്ടാണ് ആ ചിത്രം. എന്തൊക്കെയായിരുന്നു അതിൽ കൃഷ്ണന്റെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ നമ്മുടെ ചുമർ ചിത്രകലയിൽ ഇവിടെ പഠിക്കാനായിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സാധാരണ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും അഡ്മിഷൻ ഇല്ല. നമുക്ക് സാധാരണ വരുന്നത് ഒരു ബാച്ച് ഇറങ്ങിയാലാണ് ഒരു ബാച്ചിനെ എടുക്കുക എന്നുള്ള രീതി വരും. അപ്പോൾ നമുക്ക് ഈ 2026 നമുക്ക് പുതിയ ബാച്ചുകൾ എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ച് 2026 5ാം വർഷം ഒരു ബാച്ച് ഇറങ്ങാൻ പോകണം പരീക്ഷ കഴിഞ്ഞിട്ട്. ഇപ്പോൾ 2026 പുതിയൊരു അഡ്മിഷൻ നമുക്ക് വരുന്നത് +2 പാസ്സായ കുട്ടികൾക്ക് 26 വയസ്സിനുള്ളിൽ വരെയുള്ള കുട്ടികളെയാണ് നമ്മളിവിടെ അഡ്മിഷനായിട്ട്, ഹിന്ദു കുട്ടികളെയാണ് നമ്മൾ അഡ്മിഷനായിട്ട് കൊണ്ടെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പരസ്യങ്ങളും ദേവസ്വം
ചാനലുകളിലും ദിവസം മറ്റേ യൂട്യൂബ് ചാനലുകളിലും പരസ്യമൊക്കെ ചെയ്തിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ +2 പാസ്സായ കുട്ടികളെയാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അവർക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ മലയാളി കുട്ടികൾ മാത്രമേ പറ്റുള്ളൂ, മലയാളികൾ പഠിക്കാൻ വരുന്നത്. പക്ഷേ സ്ഥാപനം അങ്ങനെയല്ല. സ്ഥാപനത്തിൽ മറ്റ് കോളേജുകളിൽ നിന്ന് ഇപ്പോൾ ബറോഡയിൽ നിന്നും അതുപോലെ തന്നെ ശാന്തിനികേതനും അതുപോലെ തന്നെ കോയമ്പത്തൂർ, ചെന്നൈ നിന്നൊക്കെ യൂണിവേഴ്സിറ്റി കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്യോടെ വരാം അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇവിടെ കോഴ്സിന് കുട്ടികളെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ആൺകുട്ടികളെ പെൺകുട്ടികളെ നമ്മൾ അങ്ങനെ സെലക്ട്. അപ്പോൾ അവർക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ നമ്മൾ അപേക്ഷ ക്ഷണിക്കണം. അപേക്ഷ കിട്ടിയതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ഇൻ്റർവ്യൂ അവർക്ക് നടത്തുന്നു. അതിന്ന് നല്ല കുട്ടികളെ നോക്കി നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് താമസവും ഭക്ഷണവും ദിവസത്തോടെ കൊടുക്കുന്നുണ്ട്. മന്ത്ലി സ്റ്റൈപ്പൻഡ് 1000 രൂപ വെച്ചാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ ഇതിൽ കുട്ടികളിവിടെ 5 വർഷം പഠിക്കാൻ തയ്യാറായിട്ട് 5 വർഷം തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു ബോണ്ട് ഗുരുവായൂർദാസിനെ തയ്യാറാക്കി കൊടുക്കണം. എന്നുവെച്ചാൽ അതുകൊണ്ടൊന്നുമല്ല, ഇതുവരെ നമുക്കൊന്നും ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. ഗുരുവായൂർദാസാണല്ലോ ഇത്രയും പൈസ, 1 രൂപ പോലും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ചിലവില്ല. ഈവൻ ഞാൻ ഉൾപ്പെടെ പഠിച്ചതൊന്നും 1 രൂപ പോലും ചിലവില്ലാതെയാണ് പഠിച്ചത്. ആ സിസ്റ്റം ഇന്നും ദിവസം മാറ്റിയിട്ടില്ല. അപ്പോൾ ഗുരുവായൂർദാസം ഈ ഒരു കളക്ട് ചെയ്യുന്ന ഒരുപാട് വലിയ നേട്ടമാണ്. ഇതൊന്നല്ല, എല്ലാ വാദ്യകാല പഠിക്കാൻ വരുന്നവർക്കും കൃഷ്ണാണ്ടം പഠിക്കാൻ എല്ലാവർക്കും ദിവസം ചെയ്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ചിലവും വരുന്നില്ല ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ. അപ്പോൾ 10 കുട്ടികൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായ വരയിൽ നല്ല കഴിവുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് 5 വർഷത്തെ കോഴ്സിൽ 2ാം വർഷം പരീക്ഷ ഗവൺമെൻറ് ഓഫ് കേരള വരുന്നു, 5ാം വർഷം പരീക്ഷ വരുന്നുണ്ട്. അവസാന വർഷ പരീക്ഷ കഴിഞ്ഞാൽ ഇവർക്ക് നാഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കും. അതായത് കേരള ഗവൺമെന്റ് ഓഫ് കേരള പരീക്ഷാ ഭവന്റെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ +2 SLC ഒക്കെ നടത്തുന്ന പരീക്ഷാ ബോർഡ് തന്നെയാണ് ഇവിടെയും നമ്മുടെ പരീക്ഷ നടത്തുന്നത്. അങ്ങനെ പരീക്ഷ നടത്തിയിട്ട് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പുതിയ ബാച്ച് ഇപ്പൊ നമുക്ക് ഈ പുതിയ ബാച്ചിന് നമുക്ക് ഈ വരുന്ന പുതിയ 5ാം വർഷം വരുന്ന കുട്ടികളുടെ 2ാം വർഷം പരീക്ഷ വരാൻ പോകണം ഓഗസ്റ്റ് മാസം. അത് കഴിയുന്നതിൻ്റെ ഉള്ളിൽ അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ബാച്ചിന്റെ അപേക്ഷ ക്ഷണിക്കുന്നു. അപ്പോൾ ഇവരെ കോഴ്സ് കഴിഞ്ഞൊരു ബാച്ച് ഇറങ്ങുമ്പോഴേക്കും ഒരു ബാച്ചോടെ വരും. അപ്പോൾ ഒരു ബാച്ചും 2 ബാച്ച് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, സീനിയർ ഒരു ജൂനിയർ. അങ്ങനെയാണ് ഇപ്പോൾ സിസ്റ്റം. എല്ലാ വർഷവും അഡ്മിഷൻ ഇല്ല, ഒരു ബാച്ച് ഇറങ്ങിയാൽ നമ്മൾ ഒരു ബാച്ച് നമുക്ക് എടുക്കും. അപ്പോൾ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് നമുക്ക് എപ്പോഴും വരും. അങ്ങനെയാണ് ഇപ്പോൾ സ്ഥാപനം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ 2 ബാച്ച് 20 കുട്ടികളെ എപ്പോഴും ഇവിടെ പഠിക്കാനുണ്ടാവും. ഒരു ബാച്ചിൽ 10, ഒരു ബാച്ചിൽ 10, അങ്ങനെ 20 കുട്ടികളെ എപ്പോഴും ഇവിടെ പഠിക്കാനായിട്ടുണ്ടാവും. വെക്കേഷൻ ടൈം അങ്ങനെ വെക്കേഷൻ ശരിക്കും അവർക്ക് ഇപ്പോൾ വെക്കേഷനാണ്. സാധാരണ 10 മാസം എന്നുള്ള കണക്കാണ് പറയാറ്. നമ്മൾ എല്ലാ പ്രാവശ്യം വെക്കേഷൻ ക്ലാസ് ആയിട്ട് വരാറുണ്ട്. വെക്കേഷൻ ക്ലാസ് ആയിട്ട് വരേണ്ടതാണ് ഇപ്രാവശ്യം. അപ്പോൾ നമ്മളത് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ പൂരം പ്രദർശനം പവലിയനൊക്കെ വരാറുണ്ട്. പിന്നെ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഇപ്രാവശ്യം പൂരം പ്രദർശനം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതായതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ടും അപ്പോൾ വെക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് പെർമിഷൻ വേണം. ദേവസ്വം നമുക്ക് അനുമതി തരണം വെക്കേഷൻ ക്ലാസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ ഇപ്പോൾ എന്തായാലും ഓർഡർ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡറായ കുട്ടികൾക്ക് മെയ് തൊട്ട് വീണ്ടും കുറച്ചും കൂടി ക്ലാസ് തീരാണ്ട്. അപ്പോൾ അത് കൂടി ഒന്ന് എടുക്കണം എന്ന് വിചാരിക്കും. വിസിറ്റിംഗ് ആൾക്കാരുണ്ട്, കുറേ വിസിറ്റിംഗ് അധ്യാപകർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ MG ശശിഭൂഷൺ, ഡോക്ടർ രാഘവൻ പയ്യനാട്, KK മാരാർ മാഷ്, അതുപോലെ ഡോക്ടർ S രാജേന്ദു, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം, അങ്ങനെ തോൽപ്പാകൂത്ത് രാമേന്ദ്രൻ, പുലവര്, കുറേ പേര് ഇവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ഉണ്ട്. അപ്പോൾ അവരെ ക്ലാസ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം നമുക്ക് വിസിറ്റിംഗ് ആയിട്ട് അധ്യാപകരെ വെച്ചിട്ടുണ്ട്. ഇവർ വന്ന് ക്ലാസ് എടുക്കാനായിട്ട് ക്ലാസ്സുകൾ കുട്ടികൾക്ക് കിട്ടുന്നു. അതുപോലെ സംസ്കൃതം പഠിപ്പിക്കാൻ ടീച്ചറുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് പഠനത്തിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി വെക്കേഷൻ വീണ്ടും ക്ലാസ് വേണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടില്ല ഇതുവരെ. കുട്ടികൾക്ക് അപ്പോൾ വെക്കേഷൻ കൂടി ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൂടുതൽ കിട്ടാനുള്ള അവസരം കൊടുക്കും.